എല്ലാവരും വീട്ടിൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് കൊതുക് ശല്യം. നമ്മൾ പല മാർഗ്ഗങ്ങളും ഉപയോഗിച്ച് നോക്കിയാൽ പോലും പലപ്പോഴും കൊതുക് പോയെന്നിരിക്കില്ല. മിക്ക വീടുകളിലും പലതരം കെമിക്കലുകളൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കൊതുകിനെ തുരത്താൻ വേണ്ടിയിട്ട് പലതരം തിരികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ കെമിക്കലുകളാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെയധികം ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ചില രീതികളുണ്ട്. പണ്ട് കാലം മുതലേ ആൾക്കാർ ചെയ്തു വന്നിരുന്ന ചില നാച്ചുറൽ മെത്തേഡുകളുണ്ട്. അത്തരത്തിലുള്ള ഏതാനും ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് രീതിയിലേക്ക് പോകാം. ആദ്യം നിങ്ങളൊരു ചെറിയ കുപ്പി എടുക്കണം. പൊട്ടുന്ന ടൈപ്പ് കുപ്പിയാണ് ഏറ്റവും ബെറ്റർ. അതിൻ്റെ അടപ്പെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആവാൻ പാടില്ല. സ്റ്റീൽ അടപ്പുള്ള ഒരു ചെറിയ കുപ്പി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അടപ്പിൽ ചെറിയൊരു ഹോൾ ഇടുക. എന്തെങ്കിലും വെച്ച് ചൂടാക്കിക്കൊണ്ടൊരു ഹോൾ ഇട്ടാൽ മതി. ഈ ഹോളിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അല്പം നിങ്ങൾക്ക് വേപ്പെണ്ണ വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാനും പറ്റും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയാൽ മതി. വാങ്ങിയതിന് ശേഷം അല്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കർപ്പൂരം കൂടി ഇതിലേക്ക് പൊടിച്ചിടണം. കൊതുകുകളെ സംബന്ധിച്ചിടത്തോളം കർപ്പൂരം അവർക്ക് ഒട്ടും തന്നെ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലേക്കൊരു തിരി കടത്തി വെക്കുക. നമ്മൾ പണ്ട് ചിമ്മിനികളൊക്കെ വീട്ടിൽ ഉപയോഗിച്ചിരുന്നത് പോലെ തന്നെയാണ്. ഇതിലേക്കൊരു തിരി ഇറക്കി വെച്ചതിന് ശേഷം നിങ്ങളിത് കത്തിച്ച് വെച്ചാൽ മതി. കൊതുക് എവിടെയാണോ കൂടുതലായിട്ട് വരുന്നത് ആ ഒരു ഏരിയയിൽ ഇത് കത്തിച്ച് വെച്ചാൽ മതി. കൊതുകെല്ലാം എസ്കേപ്പ് ആയിക്കൊള്ളും. ഇനി നമുക്ക് മറ്റൊരു മെത്തേഡ് നോക്കാം. ഇപ്പോൾ എല്ലാവരുടെ വീടുകളിലും ഇതുപോലെ ഒരു അകൽ വിളക്ക് അല്ലെങ്കിൽ കാർത്തിക വിളക്ക് എന്നൊക്കെ പറയും, ഇങ്ങനെ ഒരു വിളക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വേപ്പെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ബിരിയാണി ഇല നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ഒരു ബിരിയാണി ഇല നിങ്ങൾക്ക് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ പക്കൽ ബിരിയാണി ഇല ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളിയും ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ കിട്ടാൻ സൗകര്യം അത് നോക്കിയെടുക്കുക. ബിരിയാണി ഇലയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് ഉണങ്ങിയ ഇലയായിരിക്കും. അത് പൊടിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇത് കത്തിച്ച് വയ്ക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇതിലേക്ക് ചതച്ചിട്ട് കൊടുത്തതിന് ശേഷം അതും കത്തിച്ച് വയ്ക്കാം. കൊതുക് വരുന്ന ആ ഒരു ഏരിയയിലേക്ക് കത്തിച്ച് വെച്ച് കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ പക്കൽ ഒരുപക്ഷെ വേപ്പെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പമാർഗ്ഗം പറഞ്ഞു തരാം. ഉള്ളിയൊക്കെ വാങ്ങുന്ന സമയത്ത് മിക്കപ്പോഴും അതിൽ ചില ഉള്ളികൾ ചീത്തയായി പോയിട്ടുണ്ടായിരിക്കാം, ചീഞ്ഞു പോയ ഉള്ളികളൊക്കെ കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കട്ട് ചെയ്തെടുത്ത ഉള്ളിയുടെ തൊലി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഉള്ളിയുടെ പഴകിയ ഉള്ളിയായിരിക്കും എപ്പോഴും കൂടുതൽ ആ ഒരു സ്മെല്ല് കൊതുകിനെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതായിരിക്കും. പഴയ ഉള്ളിയുടെ തൊലിയൊക്കെ നിങ്ങൾ ഒരു ഇതിലേക്ക് ശേഖരിച്ച് വെക്കുക. അപ്പോൾ അത് വെളുത്തുള്ളിയും എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും. വെളുത്തുള്ളിയുടെ തൊലിയും അതുപോലെ തന്നെ സവാളയുടെയൊക്കെ തൊലിയും ചീഞ്ഞ ചെറിയ ഉള്ളികളും ഒക്കെ എടുത്ത് മൺപാത്രം പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഒരു മൺചട്ടി പോലത്തെ എന്തെങ്കിലും ഒരു സാധനത്തിലേക്ക് ഇത് ഇടുക. ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ചെറിയൊരു കഷണം കർപ്പൂരം ഇട്ട് കത്തിക്കാവുന്നതാണ്. ഇതിലാകെ വരുന്ന ഒരു ചെറിയ കെമിക്കൽ എന്ന് പറയുന്നത് കർപ്പൂരം മാത്രമാണ്. അതും വളരെ മൈൽഡായിട്ടുള്ള ഒന്നാണ്, അത് വലുതായിട്ട് ദോഷം ചെയ്യുന്ന ഒന്നല്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ബിരിയാണിയുടെ ഇലയും പൊടിച്ചിട്ട് കൊടുക്കുക. അത് നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ്. അപ്പോൾ സവാളയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ബിരിയാണി ഇലയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ കർപ്പൂരം ഇട്ട് കത്തിച്ച് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം എവിടെയാണോ കൊതുക് വരുന്നത് ആ ഭാഗത്തേക്ക് ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൊണ്ട് നടന്ന് ആ ഒരു കാറ്റ് അവിടെ കിട്ടിയാൽ മതി. ആ ഒരു സ്മെല്ല് എത്തുമ്പോഴേക്കും ആ ഭാഗത്തുള്ള കൊതുകുകളൊക്കെ അവിടെ വന്ന് പൊയ്ക്കുള്ളും. അതിന് നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ചിരിക്കാം. അത് ആ കത്തിത്തീരുന്നവരെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിരിക്കാം. ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു ടിപ്സ് പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യമായിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇല എടുക്കുക. വേപ്പിൻ്റെ ഇല എടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് അത് ഇടുക. അതിനുശേഷം തേങ്ങയുടെ നാര് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിയുടെ തൊലി ഉണ്ടെങ്കിൽ ഉള്ളിയുടെ തൊലിയും അതുപോലെ തന്നെ ബിരിയാണി ഇലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഗ്രാമ്പൂ ഒരു 10-15 കഷ്ണം, ഒരു 10 കഷ്ണമൊക്കെ മതി, ഗ്രാമ്പൂവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ പക്കൽ സാമ്പ്രാണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ കർപ്പൂരവും ഒരു 4 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിത് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇത് വലുതായിട്ട് പൊടിയത്തൊന്നുമില്ല, ചെറിയൊരു തരിയായിട്ട് ഇത് കിട്ടും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ഒരു മൺചട്ടിയിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വേപ്പെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു കർപ്പൂരവും വെച്ച് നിങ്ങൾക്കിത് കത്തിച്ച് വയ്ക്കാവുന്നതാണ്. ഏത് ഭാഗത്താണോ കൊതുകുള്ളത് അവിടെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ കൊതുകെല്ലാം അവിടെ നിന്ന് വയ്ക്കുള്ളൂ. ഇനി വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു മെത്തേഡ് പറഞ്ഞു തരാം. നമ്മുടെ വീട്ടിൽ നമ്മൾ തലവേദനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന വിക്സോ അമൃതാഞ്ജനോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് അല്പം വിരലിൽ അല്പം എടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു സാമ്പ്രാണി എടുക്കുക. എന്നിട്ട് ഈ ഒരു സാമ്പ്രാണിക്കകത്തേക്ക് ഇത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കത്തിച്ച് ഒരു ചെറിയ ചിരട്ടയ്ക്കകത്തോ എവിടെയെങ്കിലും വെച്ച് കൊതുക് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. കൊതുകെല്ലാം അവിടെ നിന്ന് പൊയ്ക്കുള്ളും. അവസാനമായിട്ടൊരു സിമ്പിൾ ടിപ്സ് കൂടി പറയാം. ഒരു വലിയ കഷ്ണം സവാള എടുക്കുക. സവാള എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതിനകത്തുള്ളതെല്ലാം ഒരു കത്തി ഉപയോഗിച്ച് എടുത്ത് കളയുക. അപ്പോൾ ഇതിനകം നല്ല പൊള്ളയായിട്ട് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് വേപ്പിൻ്റെ ഇല എടുത്തതിന് ശേഷം അത് ബോയിൽ ചെയ്യണം. നന്നായിട്ട് ബോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേപ്പെണ്ണ കിട്ടും. ഈ വേപ്പെണ്ണ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന വേപ്പെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു വേപ്പെണ്ണ ഒരു പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ശകലം കർപ്പൂരവും പൊടിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു സവാളയിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് ഇതിലൊരു തിരിയിട്ട് നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ്. എന്നിട്ട് കൊതുക് വരുന്ന ഭാഗത്ത് ഇതുകൊണ്ട് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു സവാളയുടെ ആ ഒരു സ്മെല്ലും വേപ്പെണ്ണയുടെയും ആ ഒരു കർപ്പൂരത്തിൻ്റെയൊക്കെ സ്മെല്ല് കാരണം കൊതുകെല്ലാം അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അപ്പോൾ കൊതുകിനെ തുരത്തുന്നതിന് വേണ്ടി ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്കിതല്ലാതെ മറ്റെന്തെങ്കിലും ടിപ്സ് അറിയാമെങ്കിലോ നിങ്ങളിത് ഏതെങ്കിലും ഒന്ന് പരീക്ഷിച്ചിട്ടുള്ളതാണെങ്കിലോ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.